നമസ്കാരം. ഞാൻ ജസൻ ജോസഫ്, ഫിലിം ഡയറക്ടറാണ്, റൈറ്ററാണ്. അതുകൂടാതെ ഇപ്പോൾ ഇറങ്ങിയ റാസ മൂവിയിലെ ആർട്ടിസ്റ്റ് കൂടിയാണ്. ഞാനിവിടെ ഈ നങ്ങേലി ഹോസ്പിറ്റലിൽ വരുന്നത് ഞങ്ങളുടെ ഫെഫ്കയിൽ തന്നെ ഞങ്ങളുടെ സഹപ്രവർത്തകർ രണ്ടുപേരും ഇവിടെ ചികിത്സയിലുണ്ടായിരുന്നു. അവർക്ക് പരിപൂർണമായിട്ടും ഭേദപ്പെട്ടു എന്നുള്ള ആ ഒരു അറിവിൽ നിന്നാണ് ഞാനിവിടെ ചികിത്സയ്ക്ക് വരുന്നത്. എൻ്റെ ഈ ഷോൾഡർ പെയിനായിരുന്നു എനിക്ക് പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ഞാൻ മൂന്നാർ വട്ടവടയിൽ വെച്ചിട്ട് ഷൂട്ടിംഗ് സമയത്തൊന്ന് വീണായിരുന്നു. എൻ്റെ ഈ മുതുകിൻ്റെ ഭാഗത്തൊരു ചെറിയ വീഴ്ചയിൽ പരിക്കുണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ഹോസ്പിറ്റലിലൊക്കെ പോയി MRI സ്കാനൊക്കെ എടുത്ത് പരിശോധിച്ചൊക്കെ ചെയ്തു. പക്ഷേ എൻ്റെ വേദന കുറയുന്നില്ല. അങ്ങനെ ഞാൻ നങ്ങേലിയിലെത്തുന്നത്. നങ്ങേലിയിൽ 9ാമത്തെ ദിവസമാണത്. ഞാൻ ഇന്നിപ്പോൾ ഡിസ്ചാർജ് ആകുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇറങ്ങുന്നത്. കാരണം എൻ്റെ വേദനകളും എൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ ശാരീരികമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഓൾറെഡി ഈ 9 ദിവസത്തെ ട്രീറ്റ്മെൻറ്റിൽ മാറി എന്നുള്ളത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള എല്ലാവരോടും ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും വിശ്വസിച്ച് മനസ്സിൽ നമുക്ക് സന്തോഷത്തോടുകൂടി തിരിച്ചു പോകാമെന്നുള്ള വിശ്വാസത്തോടുകൂടി ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വരാം. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ വിജയൻ ഡോക്ടറുണ്ട്, അദ്ദേഹത്തിൻ്റെ മകൻ വിജിത് ഡോക്ടറുണ്ട്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫും ഇവിടുത്തെ ഡോക്ടറാണ്, മകൻ്റെ വൈഫും ഡോക്ടറാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു നമ്മളോടുള്ള സമീപനം തന്നെ നമ്മുടെ പകുതി അസുഖം കുറയ്ക്കും. പിന്നെ അതിലൊക്കെ ഉപരി എനിക്ക് ഞാനൊരു സിനിമയുടെ രചന സമയത്താണ് ഇവിടെ വരുന്നത് ഓൾറെഡി. അപ്പം നമ്മുടെ ഡോക്ടർ പറയുകയും ചെയ്തു ബാക്കിയൊക്കെ ഇവിടെ എഴുതാനുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഞാൻ അത്ര വിശ്വസിച്ചില്ല. കാരണം ഒരു ആയുർവേദ ആശുപത്രി വന്നിട്ട് എങ്ങനെയാണ് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ റൂമിൽ നമ്മൾ വെറുതെ പറയുന്നതല്ല, ഒരു 5 സ്റ്റാർ ഹോട്ടലിനെ പോലുള്ള വൃത്തി അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ക്ലീനിങ് സെക്ഷൻ നമ്മുടെ റൂമിൽ നമ്മൾ ഈ കിഴിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ നിറയെ ഓയിലും കാര്യങ്ങളൊക്കെ ആവും. പക്ഷേ അത് ആ സമയം അവർ നോക്കി നിൽക്കുകയാണ് ക്ലീൻ ചെയ്യാൻ. നമ്മൾ ജസ്റ്റ് മാറി ഉടനെ അവിടെ ക്ലീനിങ് ചെയ്യണം. അതുപോലെ വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു രീതിയും ഈ ഹോസ്പിറ്റലിനുണ്ട്. എനിക്ക് വളരെ മനസ്സമാധാനത്തോടുകൂടി ഇരുന്ന് എഴുതാനും എൻ്റെ ചികിത്സ നടത്താനും ഒക്കെ സാധിച്ചു. എല്ലാവരോടും ഞാൻ വിശ്വാസത്തോടുകൂടി പറയുന്നു, നമ്മുടെ നങ്ങേലി ഹോസ്പിറ്റലിൽ കോതമംഗലം നങ്ങേലിപ്പടിയിലുള്ള നങ്ങേലി ഹോസ്പിറ്റലിൽ വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖം പൂർണ്ണമായി മാറ്റാൻ സാധിക്കും. എല്ലാവർക്കും സ്വാഗതം ഇങ്ങോട്ട്. എൻ്റെ ആശംസകൾ എല്ലാവർക്കും നൽകുന്നു. പ്രത്യേകിച്ച് ഈ ആശുപത്രിയിലുള്ള എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുകയാണ്.